താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലി ജീവധാര ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മുനിസിപ്പൽ കൗൺസിലർമാർക്ക് സ്വീകരണവും നൽകി. അങ്കമാലിയിലെ ജീവധാര ഫൗണ്ടേഷൻ മിനി ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം റിട്ടയർഡ് ജസ്റ്റിസ് CK അബ്ദുൾ റഹീം നിർവഹിച്ചു. സംരംഭങ്ങളുടെ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകമായ ഒരു ആത്മസുഖമാണ് ലഭിക്കുന്നത്. കാരണം മറ്റൊന്നല്ല, ഈ സംഘടനകൾ നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഒരു മാനുഷിക മൂല്യങ്ങൾ കണക്കാക്കുമ്പോൾ ഇന്ന് സമൂഹത്തിൽ മറ്റ് രാഷ്ട്രീയ സാമൂഹിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നതിനേക്കാൾ വളരെ വിഭിന്നമായി വലിയൊരു നിസ്വാർത്ഥ സേവനത്തിന്റെ മാനുഷിക മൂല്യത്തിന്റെ ഉദാത്തമായ ചില മാതൃകകളാണ് ജീവധാര പോലെയുള്ള ഫൗണ്ടേഷനുകൾ മനുഷ്യ സമൂഹത്തിൽ കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഏറെ ആനന്ദം തരുന്നത്. ഇത് നാം ഓരോരുത്തരും ഏറ്റെടുക്കുന്ന ഒരു കടപ്പാടാണ് എന്നൊരു തിരിച്ചറിവാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ ഏറ്റവും ആവശ്യകതയേറുന്നൊരു ഭാഗം എന്ന് പറയുന്നത്. ചെയർമാൻ സാജു ചാക്കോ അധ്യക്ഷത വഹിച്ചു. അങ്കമാലി ഒരു ക്യാൻസർ വിമുക്ത മുനിസിപ്പാലിറ്റി ആക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നമുക്കറിയാം, ക്യാൻസർ എന്ന രോഗം ഇതിനുള്ള പ്രശ്നമാണ്. ബ്രസ്റ്റ് ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ. ഈ രണ്ട് ക്യാൻസറും നമുക്ക് സൗജന്യമായി ടെസ്റ്റ് ചെയ്യാനും ചികിത്സിക്കുവാനുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട്. കൂടുതൽ വലുതായ ജീവധാര 4 മണിപ്പൂക്കൾ അംഗം തോമസ് മാളിയേക്കൽ ക്രിസ്തുമസ് സന്ദേശം പങ്കുവച്ചു. മുനിസിപ്പൽ കൗൺസിലർമാരെ CK അബ്ദുൾ റഹീം അനുമോദിച്ചു. പ്രോഗ്രാം കൺവീനർ റിജോ മാളിയേക്കൽ, സംഘാടക സമിതി അംഗം KA പൗലോസ്, അങ്കമാലി മാരത്തൺ 26 സംഘാടക സമിതി കൺവീനർ ഗിരീഷ് കുമാർ, കോർഡിനേറ്റർ റിജു പാപ്പച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹത്തിൽ മാനവിക മൂല്യങ്ങളും സഹവർത്തിത്വവും ശക്തിപ്പെടുത്തുന്ന ഇത്തരം സാംസ്കാരിക സാമൂഹിക പരിപാടികൾ തുടർന്നും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.